എൻ്റെ പേര് ബെല്ല മാർട്ടിൻ. ഞാൻ അയിരൂർ സെൻറ്റ് തോമസ് ഇടവക തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എനിക്ക് 2018 ഫെബ്രുവരി 15 എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. കൈ ഒടിയുന്ന സമയത്ത് എൻ്റെ മകളുടെ 2.5 വയസ്സുള്ള കുഞ്ഞും ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് വീട്ടിലുള്ളത്. കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈ നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സർജറി വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ കൃപാസനം പത്രം കൂടെ എടുത്തിട്ടാണ് ഞാൻ പോയത്. സർജറി വേണമെന്ന് പറഞ്ഞ് എന്നെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഡോക്ടറിൻ്റെ OPയിലേക്ക് കൊണ്ടു ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് ഏതായാലും ഇപ്പോൾ ഉടനെ സർജറി വേണ്ട, നമുക്ക് ഒരു 2 ആഴ്ച ഒന്ന് ഇത് നോക്കട്ടെ, പ്ലാസ്റ്റർ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ചത്തേക്ക് എനിക്ക് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ എൻ്റെ കൈക്ക് ഒരു വ്യത്യാസവും ഇല്ല. വീണ്ടും 2 ആഴ്ച ഇട്ടു. അങ്ങനെ 7 ആഴ്ച എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. എനിക്കാണെങ്കിൽ ഈ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഭർത്താവ് ഒരു പേസ് മേക്കർ വെച്ച വ്യക്തിയാണ്, വേറെ ആരുടെയും സഹായമില്ല. ഞാൻ ആകെ തകർന്ന് ഈ കുഞ്ഞും ഞാനും ഈ ജീവിത പങ്കാളിയും എന്ത് ചെയ്യുമെന്നുള്ള പ്രയാസത്തിൽ ഞാൻ പ്ലാസ്റ്റർ ചെയ്തിട്ട് എന്നെ പണ്ട് സഹായിച്ച ഒരു ജോലിക്കാരിയെ കുറിച്ച് ഓർമ്മ വരികയും അവിടെ ചെന്ന് അവളെ വിളിച്ചപ്പോൾ അവൾ എൻ്റെ കൂടെ വരികയും 3 ആഴ്ച അവൾ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്നതിന് മുമ്പേ അവൾ പോവുകയും ചെയ്തു. പ്ലാസ്റ്റർ കട്ട് ചെയ്ത് 7 ആഴ്ച കഴിഞ്ഞ് ചെന്ന് പ്ലാസ്റ്റർ കട്ട് ചെയ്തപ്പോൾ എൻ്റെ കൈ എനിക്ക് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ളതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് ഭയങ്കരമായ വാവിട്ട് നിലവിളിച്ച് എന്നെ താങ്ങിയെടുത്താണ് ഡോക്ടറിൻ്റെ റൂമിൽ കൊണ്ടുവരുന്നത്. അതായത് കൈ സ്റ്റിഫായിപ്പോയി. അതായത് ഷോൾഡർ സിൻഡ്രം ഹാൻഡ്സ് എന്ന് പറയുന്ന 100-ൽ ഒരാൾക്ക് വരുന്ന ഒരു രോഗമാണ്. കൈ ചലിക്കത്തില്ല. ഞാൻ ആകെ തകർന്നു പോയി. ഈ കുഞ്ഞും ഞാനും എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ, അത് 100% ഒന്നും വിജയിക്കത്തില്ല, നിങ്ങൾ എവിടെ പോയാലും ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടത്തേ ഉള്ളൂന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 3-4 ഹോസ്പിറ്റലിൽ പോയി, ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വരെ പോയി, എല്ലായിടത്തും ഇത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ നിമിഷവും വേദന കൊണ്ട് ഞാൻ പിടയുമായിരുന്നു. ഭയങ്കര വേദനയാണ്. ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു കാറ്റടിച്ചാൽ പോലും താങ്ങാൻ പറ്റാത്തത്ര വേദനയായിരിക്കും ഈ രോഗത്തിൻ്റെ ലക്ഷണം, ഇത് സുഖമാവാനും ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു മോളെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൊല്ലത്ത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ ഏപ്രിൽ 4 ഇവിടെ വരികയും ഞാൻ ഉടമ്പടി പത്രിക കയ്യിൽ മേടിച്ച സമയം വരുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈശോയെ ഞാൻ എങ്ങനെ ഈ ബസ്സിലിരുന്ന് അവിടെ എത്തും, എനിക്ക് വേദന അത്രത്തോളം സഹിക്കാൻ വയ്യ, ഞാൻ എപ്പോഴും കരഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ആ ഉടമ്പടി പത്രിക മേടിച്ച് ഞാൻ പൂരിപ്പിക്കുന്ന സമയം തന്നെ കർത്താവ് എൻ്റെ കൈ സൗഖ്യപ്പെടുത്തി. അത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന്, അതായത് എൻ്റെ ഈ കൈ ഇങ്ങനെ പൊക്കാനും ചലിക്കത്തൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ചെന്നിട്ടും ഞാനിത് മനസ്സിലാക്കുന്നില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഉടനടി തന്നെ എന്നെ മാതാവും ഈശോയും സൗഖ്യപ്പെടുത്തി എന്നുള്ളത്. അങ്ങനെ എൻ്റെ കൈ ഇപ്പം പഴയതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരു വയറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം ജോസഫ് അച്ഛൻ കൈവച്ചു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് വളരെ സൗഖ്യമുണ്ട്. ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോൾ കുറേശ്ശെ കഴിക്കാം. ഈ ഉടമ്പടിയിൽ വെച്ച മറ്റൊരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ 9 വർഷമായിട്ട് എൻ്റെ മകൾക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കണ്ണ് കോങ്ങണ്ണ് പോലെ തോന്നുമായിരുന്നു.
പക്ഷേ ഞാനിവിടെ വന്ന ആ ഉടമ്പടിയിൽ അത് എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ചെന്ന് കാണിച്ചപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല, അവനത് സൗഖ്യപ്പെട്ടു. അതുപോലെ എൻ്റെ മകൾക്ക് ഡെലിവറിയോടുകൂടി വന്ന ഷുഗർ സൗഖ്യപ്പെട്ടു. എൻ്റെ മകളുടെ ജോലിക്ക് പ്രശ്നമായിരുന്നു, ഒമാനിലെ നഴ്സാണ്. അവളുടെ ജോലി ഉടൻ നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി ഇവിടെ എടുക്കുന്നത്. അതും എല്ലാം ശരിയായി കിട്ടി. എല്ലാത്തിനും മാതാവിനും ദൈവത്തിനും നന്ദി സ്തുതി സ്വസ്ത്രം അർപ്പിക്കുന്നു.